അല്ലാണ മോളെ, നീ സങ്കടപ്പെട, നീ ഇതാക്കല, നീ സമാധാനപ്പെട. ഞാൻ പറയട്ടെ, ഇസ്ലാമില് 4 മംഗലം വരെ കഴിക്കാം. എന്തിനൊട്ടേ പറയുന്നു, നീ എന്തിനും ഓവർ റിയാക്ട് ചെയ്യുന്നു? തൊപ്പിയും ഫസിയും തമ്മിലുള്ള ബ്രേക്കപ്പ് ആണ് വിഷയം. അപ്പോൾ ഇതുവരെ ഒഫീഷ്യലി ബ്രേക്കപ്പ് ആയിട്ടില്ല. പക്ഷെ എന്നാലും കഴിഞ്ഞ ദിവസം തൊപ്പിയുടെ ലൈവ് വന്നിട്ടുണ്ട്. അപ്പോൾ ആ ലൈവിനകത്ത് ഉണ്ടായ കുറച്ച് ഇൻസിഡന്റ് വെച്ചിട്ട് പറയണമെങ്കിൽ ഞാൻ ഒരു ലൈവിനെ ബേസ് ചെയ്തിട്ടാണ് പറയുന്നത്. ആ ഒരു ലൈവിനകത്ത് ഇവർ പറയുന്നുണ്ട്, അതായത് ഫസി പറയുന്നുണ്ട് എന്നാൽ നമുക്ക് ബ്രേക്കപ്പ് ആവാം എന്നുള്ള രീതിക്കൊക്കെ പറഞ്ഞിട്ടാണ് ആ ഒരു ലൈവ് എൻഡ് ചെയ്യണത്. അപ്പോൾ ആ ഒരു സിറ്റുവേഷനകത്തേക്ക് എത്താൻ കാര്യം എന്താണെന്ന് നമുക്ക് ആദ്യം ഒന്ന് നോക്കാവേ. അതായത് ഈ നമ്മുടെ തൊപ്പിയുടെ ലൈവിനകത്തേക്ക് തൊപ്പിയുടെ തന്നെ ഫാൻ എന്ന് പറഞ്ഞിട്ട് ഒരാൾ വിളിക്കണേണ്. എന്നിട്ട് ആ പുള്ളിക്കാരിക്കാണെങ്കിൽ തൊപ്പിനോട് ഭയങ്കര പ്രേമം എന്നൊക്കെ ഉള്ള രീതിക്കാണ് വിളിക്കുന്നത്. എന്നിട്ട് ഉണ്ടാവുന്ന സംഭവം എന്താ നമുക്ക് കണ്ടു തന്നെ നോക്കാം. എന്നിട്ട് നമുക്ക് ബാക്കി. എന്താ പേരെന്താ? എന്ത് ഹിബയാ? ഹിബ എന്ത് ചെയ്യുന്നു? ഓക്കെ 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 ഓക്കെ. എന്താ എന്റെ നമ്പർ ആയിരുന്നു കിട്ടിയേ? എന്താ വിളിച്ചെന്താ? ഓക്കെ, അപ്പൊ അങ്ങനെയാണ് ഈ ഒരു സംഭവം തുടങ്ങുന്നത്. ആദ്യം തന്നെ ഈ ഒരു കോള് വന്നപ്പോഴത്തേക്ക് നോർമലായിട്ട് തൊപ്പി ഇങ്ങനെ ഒരുമാതിരി രീതിക്ക്, അതായത് പെണ്ണുങ്ങളെ കാണുമ്പോൾ തൊപ്പിയുടെ ഒരു സ്ഥിരമുള്ള ഒരു ആറ്റിറ്റ്യൂഡിനകത്താണ് തൊപ്പിയോട് സംസാരിച്ച് പോകുന്നത്. അപ്പൊ ഇനി ഇത് കഴിഞ്ഞിട്ടാണ് ഈ പുള്ളിക്കാരി, അതായത് ഇഷ്ടമാണ് എന്നുള്ള രീതിക്ക് വരുന്നത്. അപ്പൊ അതിന്റെ ആ ഒരു പൊസിഷൻ ഒന്ന് ഞാൻ കേൾപ്പിക്കാവേ. തൊപ്പി അത് കേൾക്കുമ്പോഴത്തേക്കും വായൊക്കെ പൊളിച്ചിരിക്കുന്നുണ്ട്. നിങ്ങളെല്ലാവരും ഒന്ന് ആലോചിക്കണം, തൊപ്പി ഓൾറെഡി കമ്മിറ്റഡ് ആണ് ഫസിയായിട്ട്. ആ ഒരു സമയത്താണ് അവർ ആണെങ്കിൽ ബ്രേക്കപ്പ് ഒന്നും ആയിട്ടില്ല. ആ ഒരു സമയത്താണ് ഈ ഒരു പുള്ളിക്കാരി വന്നിട്ട് ഇഷ്ടമെന്ന് പറയുമ്പോൾ തൊപ്പി ആണെങ്കിൽ അവിടെ വായ പൊളിച്ചിരിക്കുന്നത്. ഇനി തൊപ്പി പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അതാണ് മെയിൻ ആയിട്ടുള്ള ഈ വിഷയങ്ങളിനകത്തേക്കെല്ലാം പോകാനായിട്ട് വഴി വെച്ചത്. അപ്പൊ നമുക്ക് ആ ഒരു വിഷയം എന്താന്ന് നോക്കാം. ഫസീനോട് ഞാൻ എന്ത് പറയും? ഓളില്ല, ഞാൻ ഒരു കാര്യം പറയട്ടെ, ഓള് റിയൽ വാളില്ല, ശരിക്കും കൊടുവാൾ എടുത്തിട്ട് വരും, ശരിക്കും ഉള്ള വാൾ എടുത്തിട്ട് വരും കൊത്താൻ. അപ്പൊ നീ എന്ത് ചെയ്യും? ഫസീന ശരിയാന്നല്ലോ, റീസൺ ഒന്നും ഇല്ല. ഓക്കെ, ഫസീനെ ഇഷ്ടപ്പെടാനായിട്ട് റീസൺ ഒന്നും ഇല്ല, അവിടെ വരെ എത്തി കാര്യങ്ങൾ. അപ്പൊ ഇനി ഇത് ആദ്യം അതായത് ആദ്യം വിളിക്കുമ്പോഴത്തേക്കും നോർമലി സംസാരിച്ചു തുടങ്ങിയ ഒരു കോളാണ്. പിന്നെ വന്ന് ഫസീനെ എനിക്ക് അതായത് ഇഷ്ടം ഉണ്ടാവാനായിട്ട് കാരണമൊന്നും ഇല്ല എന്നുള്ള രീതിക്കൊക്കെ പറയുന്നതാണ്. അപ്പൊ നിങ്ങൾ ഇത് ഓരോന്ന് കേൾക്കുമ്പോഴേ നിങ്ങൾ ആലോചിക്കേണ്ടത് തന്നെ, ഫസി ഇത് അപ്പുറത്തിരുന്ന്, അതായത് ഫസി ഈ ഒരു ലൈവ് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് ഈ ഒരു സെയിം ടൈമിനകത്ത്. അപ്പൊ നമുക്ക് ഇനി ബാക്കി തന്നെ കണ്ടുനോക്കാം. മംഗലം ചെയ്യൂന്ന്? മംഗലം കഴിക്കലല്ലേ, മംഗലം ചെയ്യല്. പിന്നെ കഴിക്കാണ്ട് ഉറപ്പായിട്ടും കഴിക്കും. എന്താ അല്ലാണ മോളെ, നീ സങ്കടപ്പെട, നീ ഇതാക്കല, നീ സമാധാനപ്പെട. ഞാൻ പറയട്ടെ, ഇസ്ലാമില് 4 മംഗലം വരെ കഴിക്കാം. അങ്ങനെ വെച്ച് നോക്കുമ്പോ അങ്ങനെ ചോദിക്കാം, അതൊന്നും ചോദിക്കാൻ പറ്റില്ല. എന്റെ പൊന്ന് തൊപ്പി, എന്റെ പൊന്നോ, തൊപ്പിക്ക് ഓൾറെഡി ഒരു റിലേഷൻ ഉണ്ടെന്ന് തൊപ്പിക്കും അറിയാം, ഈ വിളിക്കുന്ന ആ ഒരു പുള്ളിക്കാരിക്കും അറിയാം. എന്നിട്ടാണ് ഈ വക സംസാരമൊക്കെ, അതായത് 4 മംഗല്യം വരെ കഴിക്കുക, അതായത് റിലീജിയൻ പ്രകാരം 4 എണ്ണം കഴിക്കുക, അതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും കൂടെ മംഗല്യം കഴിക്കാന്നുള്ള രീതിക്കൊക്കെയാണ് തൊപ്പിയോടെ പറഞ്ഞു വെക്കുന്നത്. അപ്പൊ ഈ ഒരു റിലേഷനകത്ത് നിൽക്കുമ്പോഴും തൊപ്പിയുടെ ഈ വകയുള്ള സംസാരങ്ങൾ അതിപ്പോ ഏത് ആൾക്കാണെങ്കിലും, അതായത് ഓപ്പോസിറ്റ് നിൽക്കുന്ന ഏത് പാർട്ട്ണർക്കാണെങ്കിലും അത് കേൾക്കുമ്പോഴത്തേക്കും ഒരു വിഷയാത കാര്യം ആർക്കായാലും വിഷയം തോന്നും. ഇപ്പൊ എൻ്റെ ഒരു പാർട്ട്ണറാണ് ഇതേപോലെ ഇന്ന് ലൈവിനകത്ത് ഇരുന്നിട്ട് ഇമാതിരി വർത്താനമൊക്കെ പറയുന്നതാണെങ്കിൽ ഉറപ്പായിട്ട് എനിക്ക് വിഷമവും. അപ്പൊ ആ ഒരു സെയിം സംഭവം തന്നെ ഇവിടെ വന്നേക്കുന്നത്. അപ്പൊ നമുക്ക് ബാക്കിയുണ്ടോ? ഓക്കെ, ഇതിന്റെ തന്നെ കുറച്ച് കരയല്ല നീ. ഞാനിവിടെ ഇത് ഞാൻ വെറുതെ പറഞ്ഞത്. ഓ ഓക്കെ ഓക്കെ, സോറി സോറി സോറി. എന്നാ ഓക്കെ, എനക്ക് ഗെയിം കളിക്കണം. ഞാൻ ലൈവ് കഴിഞ്ഞിട്ട് വിളിക്കാം. വിളിക്കാം. അല്ല, എനിക്കൊരു സംശയം, ഈ വിളിച്ചത് തൊപ്പിയുടെ ഗേൾ ഫ്രണ്ട് ആണോ അല്ലെങ്കിൽ തൊപ്പിയുടെ ഫാനാണോ? അതായത് ലൈവ് കഴിഞ്ഞിട്ട് വിളിക്കുക, അതേപോലെ നീ കരയണ്ട, നമുക്ക് 4 മംഗല്യം കഴിക്കുക, അതേപോലെ ഫസീനയാണോ എനിക്ക് നിന്നെയാണ് ഇഷ്ടം, അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല, രണ്ടുപേരെ ഇഷ്ടമാണ്. എന്തുവാടെ ഇത്? അപ്പൊ ഈ ഒരു സംഭവം ഇത് ആദ്യം കണ്ടപ്പോഴേ എനിക്ക് തന്നെ തോന്നിയത്, അതായത് തൊപ്പിക്ക് ഓൾറെഡി ഒരു റിലേഷൻ ഉണ്ട്, പിന്നെ എങ്ങനെ ഇമാതിരി വർത്താനമൊക്കെ ലൈവിനകത്തിരുന്ന് പറയണേന്നാണ് ഞാൻ ചിന്തിച്ചത്. അപ്പൊ ഈ ഒരു സംഭവം കഴിഞ്ഞിട്ട് കുറച്ചു നേരം കഴിഞ്ഞിട്ടാണ് നമ്മുടെ കഥാനായിക ഇതിനകത്തേക്ക് വരുന്നത്. അതായത് ഫസി പിന്നെ തൊപ്പീനെ വിളിക്കുന്നതാണ്. തൊപ്പീനെ വിളിച്ചിട്ട് ഈ ഒരു ലൈവിനകത്ത് ഉണ്ടായ, അതായത് ഈ ഒരു ഇൻസിഡന്റിനെ പറ്റി സംസാരിക്കുന്നതാണ്. നമുക്ക് അതൊന്ന് ഹലോ
ഞാൻ ലൈവ് ചെയ്യുന്നു. എന്ത് ചെയ്ത് ഞാന് ഏതാണ് ഏതോ റാൻഡം ഇത് വന്ന കോള്, സാധാരണ കോള് വരുന്നല്ലേ. ഓഹോ, സാധാരണ കോള് വന്ന പോലെ വന്നതാണ്. സാധാരണ വരുന്ന എല്ലാ കോളുകളോടും തുപ്പി ഇങ്ങനെ തന്നെയാണാവോ സംസാരിക്കാറ്? അതായത് 4 മംഗല്യം വരെ കഴിക്കുക, അതുകൊണ്ട് എനിക്ക് എല്ലാവരെയും മംഗല്യം കഴിക്കാം. എന്റെ പൊന്നോ, തൊപ്പിനെ സമ്മതിക്കണം കേട്ടോ. അത് ഞാൻ തമാശ ഞാൻ തമാശാക്കിയാന്ന്, ലൈവല്ലേ, അപ്പൊ തമാശാക്കുന്നേന്ന്. 2024 കണ്ടതിൽ വെച്ച് ഏറ്റവും നല്ല തമാശയാണെന്ന് മാത്രമേ എനിക്ക് അതിനകത്ത് പറയാനുള്ളൂ. കാര്യം 4 ഒരു റിലേഷനകത്തുള്ള ഒരാൾ അത് കാണണ്ടെന്നുള്ള ബോധം പോലും ഇല്ലാണ്ട് പുള്ളിക്കാരൻ അവിടെ വന്നിട്ട് എന്തൊക്കെയാണ് വിളിച്ച് പറഞ്ഞത്. ഞാൻ വെറുതെ തമാശാക്കിയത്, നീ വെറുതെ ഓവർ റിയാക്ട് ചെയ്ത്, ഞാൻ കാര്യം പറയാലോ. ആണ് ഞാൻ എന്നാ ഞാൻ 4 കെട്ടു, എന്നപ്പോ ഞാൻ 4 കെട്ടു, നീ എന്താക്കൂ? എന്റെ ഇഷ്ടം. ഇസ്ലാമില് 4 മംഗലം അല്ല ഞാൻ 4 കെട്ടു, അപ്പൊ എന്താക്കൂ? ഓക്കെ, തൊപ്പി അപ്പൊ ഇവിടെ പറയണമെന്ന് പറഞ്ഞാൽ ഫസി ഓവർ ആവണമെന്നാണ് തൊപ്പി പറയണത്. എനിക്കിത് കണ്ടപ്പോഴത്തേക്കും തൊപ്പി ഓവർ ആയതായിട്ടാണ് എനിക്ക് തോന്നിയത്. കാര്യം ഇതിന് മുമ്പുള്ള ആ ഒരു ഫോൺ കോൾ ആണെങ്കിൽ അതൊക്കെ കണ്ടപ്പോഴത്തേക്കും എനിക്ക് തൊപ്പി ഓവർ ആയിട്ടാണ്. കാര്യം ഒരു റിലേഷനകത്ത് ഇരിക്കുക, നമ്മൾ അയാൾക്ക് കൊടുക്കുന്ന കുറച്ച് റെസ്പെക്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പൊ തൊപ്പി ഇതിനകത്ത് പറയുന്നുണ്ട് ഞാനത് തമാശയായിട്ട് ചെയ്തതാണെന്ന്. അത് എനിക്ക് അങ്ങനെ ഭയങ്കര വലിയൊരു തമാശയായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല. കാര്യം ആർക്കായാലും വിഷമം വരിക അങ്ങനെ ഒരു സംഭവം കണ്ടു. ഞാൻ ഹാപ്പി ആക്കിയല്ലോ, ഓള് കരയുന്ന പോലെ ആയി. അപ്പൊ ഞാൻ പിന്നെ അങ്ങനെ ഒരാളിങ്ങനെ ഞാൻ അതിനെന്താ, നീ എന്തിനൊട്ടേ പറയുന്നത്? നീ എന്തിനും ഓവർ റിയാക്ട് ചെയ്യുന്നത്? എന്ത് ഞാൻ എന്താക്കിയാണ് ഓക്കെ, അപ്പൊ ബ്രേക്കപ്പ് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഫസി ഫോൺ വെച്ചിട്ട് പോവുകയാണ്. അപ്പൊ ഇങ്ങനത്തെ ഒരു വിഷയമാണ് ഈ ഒരു വിഷയമാണ് മെയിൻ ആയിട്ട് ഈ ബ്രേക്കപ്പ് എന്ന് പറഞ്ഞ് ഇതിനകത്തേക്ക് എത്തിക്കാനായിട്ടുള്ള, അതിന്റെ വക്കത്ത് വരെയെങ്കിലും എത്തിക്കാനായിട്ടുള്ള റീസൺ ആയിട്ട് എനിക്ക് തോന്നിയത്. അപ്പൊ ഇനി ഇതിന്റെ തന്നെ ബാക്കി നമുക്കൊന്ന് കേട്ടു. എന്താണ്? പിന്നെ നീ വിളിക്കാം. ശരി, നീ എന്താണ് ഈ ആവശ്യമില്ലാണ്ട് ഓവർ റിയാക്ട് ചെയ്യുന്നത് ഫസി? ഞാൻ എന്താ അവളോട് സംസാരിച്ചിന്? എന്താ കളിയാക്കിന്? ഇപ്പൊ എനിക്ക് ശരിക്കും ഇഷ്ടമല്ലാണ്ടാണ്. ഞാൻ ഉള്ള പോലെ തുറന്നു പറയാലോ, ഇപ്പൊ എനിക്ക് ഇഷ്ടമല്ല നിന്റെ ലൊട്ട വർത്താനം. എന്നാ ശരി, ബുദ്ധിമുട്ടി നിൽക്കുന്നില്ല. ഓക്കെ, അപ്പൊ അങ്ങനെയാണ് ആ ഫോൺ കോൾ എൻ്റെ ആവണത്. അതായത് തൊപ്പി പറഞ്ഞത് കാര്യം തൊപ്പിയുടെ ഭാഗത്തു നിന്നുള്ള ഇപ്പൊ ലാസ്റ്റത്തുള്ള ആറ്റിറ്റ്യൂഡും കാര്യങ്ങളൊക്കെ ആയിരുന്നെങ്കിലും എനിക്കത് കണ്ടപ്പോഴത്തേക്ക് എനിക്കത് തൊട്ട് ഇങ്ങനെ അപ്പീലിംഗ് ആയിട്ട് തോന്നിയില്ല. കാര്യം തൊപ്പിയുടെ ഭാഗത്താണ് മുഴുവൻ മിസ്റ്റേക്ക് വന്നേക്കണത് എന്നാണ് എനിക്ക് തോന്നിയത് അത് കണ്ടപ്പോഴത്തേക്കും. ഇപ്പൊ തൊപ്പിക്ക് അത് പല രീതിക്ക് ന്യായീകരിക്കാൻ പറ്റുമായിരിക്കും. അതായത് ഇപ്പൊ എല്ലാവരും സോറി പറയുന്നൊക്കെയുള്ള രീതിക്ക് ഈ കമന്റ് ബോക്സിനകത്തൊക്കെ പറഞ്ഞപ്പോഴും തൊപ്പിയുടെ സൈഡ് ന്യായീകരിച്ചിട്ട് തന്നെ പറഞ്ഞിട്ടിരിക്കണം. പക്ഷെ എനിക്കിവിടെ തൊപ്പിയുടെ ഭാഗത്ത് എന്തെങ്കിലും ന്യായം ഉള്ളതായിട്ടൊന്നും എനിക്ക് തോന്നില്ല. ഇനി ഫസിയുടെ ഭാഗത്ത് തന്നെയാണ് ന്യായം ഉള്ളതായിട്ടാണ് എനിക്ക് തോന്നിയത്. ആദ്യം പുള്ളിക്കാരി പറയുന്നതിലും കാര്യമുണ്ട്. കാര്യം ഇപ്പൊ മറ്റേ പെണ്ണിനെ ഹാപ്പി ആക്കാൻ വേണ്ടി തൊപ്പി ഓരോന്നും ചെയ്യുന്നു, അതേപോലെ 4 മംഗല്യം കഴിക്കാന്ന് പറയുന്നു, അതേപോലെ ഫസീനെ ഇഷ്ടപ്പെടാനായിട്ട് കാരണമില്ല എന്ന് പറയുന്നു. അപ്പൊ ഇതേപോലുള്ള കാര്യങ്ങളൊക്കെ പറയുമ്പോഴത്തേക്കും ഏതൊരു പാർട്ണർക്കാണെങ്കിലും അത് കേൾക്കുമ്പോഴത്തേക്കും വിഷമം വരും. അപ്പൊ അങ്ങനത്തെ ഒരു സംഭവം തന്നെയാണ് ഇവിടെ ഫസിയുടെ ഭാഗത്തൊന്നും വന്നിട്ടുള്ളൂ. അല്ലാണ്ട് ഫസി ഇപ്പൊ പലരും ഫസിയുടെ കമന്റ് ബോക്സിനകത്തൊക്കെ പോയി പറയാനായിട്ടായിരുന്നു ഫസി തേച്ചു, നീ അവനെ തേച്ചില്ലേടി തൊപ്പിയില്ലേ എന്നൊക്കെ പറയുന്നുണ്ടായി. പക്ഷെ എനിക്കത് കാണുമ്പോഴത്തേക്കും അങ്ങനെ ഒരു ഇതായിട്ടൊന്നും തോന്നുന്നുള്ള. കാര്യം തൊപ്പിയുടെ ഭാഗത്താണ് തെറ്റ് വന്നേക്കണം. പിന്നെ അതെങ്ങനെയാണ് അത് തേക്കലായിട്ട് എനിക്കത് തേക്കലായിട്ടൊന്നും തോന്നിയിട്ടില്ല. പിന്നെ ഇവരുടെ റിലേഷൻ എന്ന് പറഞ്ഞാൽ ഒഫീഷ്യലി ബ്രേക്കപ്പ് ആയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇത് മാക്സിമം ഇങ്ങനെയുള്ള എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായാൽ പറഞ്ഞു തീർക്കാൻ ശ്രമിക്കുക എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. ഇത് ഡയറക്റ്റ് കയറി ബ്രേക്കപ്പിലേക്ക് പോകാണ്ട് ഒന്ന് പറഞ്ഞു തീർക്കാൻ ശ്രമിക്കുക. എന്നിട്ട് പറഞ്ഞു തീർക്കാനായിട്ട് ഒട്ടും പറ്റിയില്ലെങ്കിൽ പിന്നെ നമ്മൾ കടിച്ചു പിടിച്ച് നിൽക്കേണ്ട കാര്യമൊന്നുമില്ല. പറഞ്ഞു തീർക്കാൻ പറ്റിയില്ലെങ്കിൽ അത് മാന്യമായിട്ട് പിരിയാം, മ്യൂച്വലി റെസ്പെക്റ്റോടെ പിരിയാന്നുള്ള തന്നെയാണ് അതിൻ്റെ ഒരു ഇത്. ഇപ്പൊ തൊപ്പിയുടെ പുതിയൊരു ലൈവൊക്കെ വന്നപ്പോഴത്തേക്ക് അതിനകത്ത് തൊപ്പി പറയുന്നുണ്ടായി ഇനി അതിനെപ്പറ്റി ഒന്നും സംസാരിക്കരുത്, എല്ലാം അവളുടെ തെറ്റാണ്, എൻ്റെ ഭാഗത്ത് തെറ്റില്ല എന്നൊക്കെ തൊപ്പി പറയുന്നുണ്ട്. അത് തൊപ്പിയിട്ട് ഈ സെൽഫായിട്ടിട്ട് ന്യായീകരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ ഈ ഒരു സംഭവം കണ്ടപ്പോഴത്തേക്ക്, അതായത് തൊപ്പി ഫസി ബ്രേക്കപ്പ് ആ ഒരു സംഭവം കണ്ടപ്പോഴത്തേക്ക് എനിക്കിതാണ് പറയാൻ തോന്നിയത്. എന്താണ് ഇതിനെപ്പറ്റി നിങ്ങൾക്ക് പറയാനുള്ളത് ഈ വീഡിയോയുടെ താഴെ കമന്റ് ആയിട്ട് ഇടാം. അപ്പൊ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മാത്രമല്ല സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും അടുത്തൊരു വീഡിയോ കാണുന്നതായിരിക്കും. ടാറ്റാ ബൈ ബൈ.